ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ മാർക്കറ്റിൻ്റെ സപ്പോർട്ടിനടുത്ത് കുറച്ച് ദിവസമായിട്ട് നിൽക്കുന്നുണ്ട്. ചാർട്ടിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ US മാർക്കറ്റ് വളരെ ശക്തമായിട്ടുള്ള ഒരു ഫോളിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളും ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്, US മാർക്കറ്റ് ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നതെന്ന് ആദ്യമേ പറയട്ടെ. അപ്പോൾ ഈ ഒരു വലിയൊരു ഇടിവിന് കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു, ഫെഡറൽ മീറ്റിങ്ങിനെ കുറിച്ചിട്ട് അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെഡറൽ മീറ്റിംഗ് റേറ്റ് കട്ട് ഡിസംബറിലത്തേക്കുള്ള റേറ്റ് കട്ട് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് കാരണം അവിടെ ഓൾറെഡി ഒരു നെഗറ്റിവിറ്റി അവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്കുകൾ ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളത്, ഒരു ബബിൾ എന്നുള്ള ഒരു ടേം കുറേ കാലം കൊണ്ട് ഉള്ളതാണ്. അവസാനം എത്തുമ്പോഴേക്കും അങ്ങനെ ഒരു അതിനെക്കുറിച്ചിട്ട് ഫർദർ കൺസേണിങ് ആൾക്കാർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും US മാർക്കറ്റിനെ നന്നായിട്ട് ഡ്രാഗ് ചെയ്തു. നമ്മുടെ മാർക്കറ്റിൽ കാര്യമായിട്ട് ഇല്ല എങ്കിലും നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റ്സ്, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകളൊക്കെ നല്ല ഡൗണിലാണ്. ജപ്പാനും ഡൗണിലായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഇതിൽ ചാർട്ടിലേക്ക് പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റുക. ഞാൻ ചാർട്ടിലേക്ക് ഓപ്പൺ ചെയ്യാം. ഇത് നമ്മുടെ ഇന്ത്യൻ ചാർട്ടാണ്. സോ ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, ഞാൻ സ്ഥിരം ഈ വീഡിയോ കാണുന്ന കഴിഞ്ഞ ഒരു മാസമായിട്ട് വീഡിയോ കാണുന്നത് എല്ലാവർക്കും അറിയാം. 24,880യും 25,880യും നമ്മളെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇന്നും നിൽക്കുന്നത്. 2-3 പ്രാവശ്യം ഈ ഒരു ഏരിയയിൽ വരുമ്പോഴും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയ്ക്കുള്ളിലേക്ക് വളരെ ശക്തമായിട്ട് ഇലക്ഷൻ്റെ സമയത്ത് ബീഹാർ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴാണ് ഇത് തിരിച്ച് വീണ്ടും ബൗൺസ് ചെയ്ത് ഈ ഒരു ഏരിയയ്ക്ക് ഉള്ളിലേക്ക്, അതായത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് അത് പെട്ടെന്ന് പറിച്ച് നടന്ന പോലെയാണ്. ഇവിടെ നിന്നിട്ട് നേരെ അടുത്ത ലെവലിലേക്ക് പോയി അവിടെ കംഫർട്ടബിളി ജീവിക്കാൻ ശ്രമിച്ചു. അവിടെ 26,000 മേളിൽ കയറിയിരുന്നെങ്കിൽ, ഇതുപോലെ കയറി നിൽക്കുമായിരുന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് 26,240 പോയേനെ. ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ജമ്പിങ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇൻഡെക്സിനുള്ളിൽ സംഭവിക്കുക. ഒരു കംഫർട്ടബിൾ സോണിൽ നിന്ന് മറ്റൊരു കംഫർട്ടബിൾ സോണിലേക്ക് അതിൻ്റെ വാല്യുവേഷൻ സ്വിച്ച് ചെയ്യുകയാണ് അവിടെ സംഭവിക്കുക. സോ ഇവിടെ സംഭവിച്ച് ഓൾമോസ്റ്റ് 26,000 മേളിൽ വന്ന് നിന്ന സമയത്ത് വീണ്ടും സെല്ലിങ് വന്നു. ബിക്കോസ് അവിടെ നിൽക്കാനുള്ള റീസൺ അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ് മാർക്കറ്റ് തിരിച്ച് വീണ്ടും വന്നു ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക്. സോ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ചാർട്ട് കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മുടെ US മാർക്കറ്റിൻ്റെ ചാർട്ടാണ്. ഞാൻ ഇപ്പോൾ ഇതിനുള്ളിൽ ഒരു ബോക്സ് വരയ്ക്കാം. ഓക്കെ, ഇതിന് താഴെ റെസിസ്റ്റൻസ്, ഇതിന് മേളിൽ കയറി തിരിച്ച് വീണ്ടും ഇറങ്ങി, വീണ്ടും ഇതിന് മേളിൽ ഇത് റീടെസ്റ്റ് ചെയ്ത് ഇവിടെ നിന്നിട്ട് കയറി വീണ്ടും ഇതിൻ്റെ താഴെ പോകാൻ നോക്കി, ഇല്ല, ഇവിടെ വീണ്ടും ഒരു 7-8 പ്രാവശ്യം സപ്പോർട്ട് എടുത്തു, വീണ്ടും കയറിപ്പോയി അല്ലേ. ഇവിടെ ഒരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്തു, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു, വീണ്ടും ലോ ബ്രേക്ക് ചെയ്യാനാണ് നിൽക്കുന്നത്. അതായത് അവസാനത്തെ ക്യാൻഡിലുകൾ ഇന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ ട്രെൻഡ് കണ്ടോ, ഇതൊരു താഴേക്കുള്ള ഒരു ട്രെൻഡാണ്. പക്ഷെ സ്റ്റിൽ ക്യാൻഡിലുകൾ കാണിക്കുന്നത് ഇനിയും എനിക്ക് താഴോട്ട് പോകാനുള്ളൊരു പ്രഷർ ഉണ്ട് എന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നോക്കാം, 24,000 റേഞ്ചിന് താഴേക്ക് പോകുന്നത്, അതായത് 26,000 നമ്മളെ പോലെ തന്നെയാണ്. 26,180 റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഓൾ ടൈം ഹൈയും 26,240ക്ക് തൊട്ടടുത്താണ് അല്ലേ, 200 റേഞ്ചിലാണ്. അതേപോലെ തന്നെ നിന്നിട്ട് ഇപ്പോൾ നിൽക്കുന്നത് 24,500 റേഞ്ചിലാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാരണം നമ്മൾ ഈ ഒരു 26,120 നിന്നിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് 25,800 റേഞ്ചിലാണ്. അതായത് ഈ ഒരു ഏരിയയിലെ നമ്മൾ എത്തിയിട്ടുള്ളൂ, ഇത്രയും നമ്മുടെ വീഴ്ച വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. സോ അത് നമ്മുടെ പോസിറ്റിവിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് US മാർക്കറ്റ് നന്നായിട്ട് വീഴുന്നു. അപ്പോൾ കയറിപ്പോയപ്പോഴും ഇതുപോലെ അതിഭീകരമായിട്ട് കയറി വന്ന ഒരു മാർക്കറ്റാണ്. ഇത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കയറ്റം കാണുന്നുണ്ടോ? ഇത് മുന്നേ ഞാൻ വരച്ചിരുന്ന ഒരു പ്രോഗ്രസീവ് ലൈനാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ്സ് ഈ ഒരു ഏരിയയാണ് പറഞ്ഞിരുന്നത്.
22,000 ഒക്കെ എപ്പോഴോ ബ്രേക്ക് ചെയ്ത് പോയി. അത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഉള്ള കഥയാണ്. അതിനുശേഷം വീണ്ടും ഈ കയറിപ്പോയെന്ന് പറഞ്ഞാൽ വളരെ അൺറിയലിസ്റ്റിക്. ഇതും പോയിരുന്നത് സെക്കൻഡ് ടാർഗറ്റ് ഓക്കെയാണ്. അതിനുശേഷം വീണ്ടും ഒരു തേർഡ് ആയിട്ടുള്ളൊരു ബൗൺസ് ചെയ്തു. അതൊരു വല്ലാത്തൊരു ബൗൺസിങ് തന്നെയായിരുന്നു. ഓക്കെ, ഞാൻ ടോപ്പിക്ക് വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് അപ്പോൾ ഇത് കാണിച്ചു തന്നതെന്ന് പറഞ്ഞാൽ ഇത്രയേറെ റാലി ചെയ്ത ഒരു സ്റ്റോക്കിന് കറക്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 24,000 വന്ന് കറക്റ്റ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. 24,000 to 22,000 അടുത്ത സപ്പോർട്ട് കിടക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 24,000 വരാനുള്ള സെറ്റപ്പ് ആയിരുന്നു. അത് വന്ന് ഏതാണ്ട് ആയിട്ടുണ്ട്. എന്നാലും ഇനി കുറച്ചുകൂടെ കിടപ്പുണ്ട്. അറിയില്ല എങ്ങോട്ട് പോകും എന്നുള്ളത്. സോ US മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിളാണ്. ഡിസെൻഡിങ് ട്രയാങ്കിളുടെ ലോയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്തു, ഓക്കെ ഫൈൻ, ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്തു. പക്ഷേ എന്നാൽ പോലും ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത്. സോ ഇതിനും താഴെ പോയാൽ മാത്രമേ ഈ മാർക്കറ്റ് വീക്ക് ആവാനുള്ള സാധ്യതയുള്ളൂ. സോ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന എവിടെയെന്ന് ചിന്തിക്കുക, ഇതിൻ്റെ താഴെയാണ്, എന്നിട്ട് മുകളിലേക്കാണ് വരുന്നതെങ്കിൽ വെറുതെ വെയിറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ കയറിയിട്ട് മാത്രം മാർക്കറ്റ് 26,000 പോകുന്നതിന് ആലോചിക്കുക. ഇല്ല, ഇതിന് താഴേക്ക് വരുവാണെങ്കിൽ 25,800, 25,740, 720 തന്നെ എടുത്താൽ മതി. 25,800, 720, 660 എന്നിങ്ങനെ ലെവൽസ് ഇവിടെ കിടപ്പുണ്ട്. സോ ഈ ഒരു ലെവൽസ് ആയിരിക്കും അവിടെ ട്രേഡ് ചെയ്യാനുണ്ടായിരിക്കുക. സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർക്കറ്റാണ്. മാർക്കറ്റ് രണ്ട് സൈഡിലേക്കും വളരെ സ്ലോലി മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. മാർക്കറ്റിൽ നിങ്ങളൊരു ട്രേഡറാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഡേ ട്രേഡറാണ് എന്നുണ്ടെങ്കിൽ, ഒരു സെക്കൻഡ്, ഓക്കെ, നിങ്ങളൊരു ഡേ ട്രേഡറാണ് എന്നുണ്ടെങ്കിൽ അവിടെ 3 മണി സമയത്ത് മാർക്കറ്റിൽ നല്ലൊരു മൊമെൻറ്റം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ യൂട്യൂബ് വീഡിയോ ആൾക്കാരിൽ റീച്ച് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും മെസ്സേജസ് തിരിച്ചു വരുമ്പോഴാണ്. അപ്പോൾ എനിക്ക് ഇന്നലെ മെസ്സേജ് വന്നിരുന്നത് ഒരു 3:30 ആയപ്പോഴേക്കും രാവിലത്തെ ഒരു ലോസ് ക്രിയേറ്റ് ചെയ്തത് 3 മണിക്ക് ശേഷം ഒരു ഫോള് മാർക്കറ്റിനകത്ത്. ഈ ഒരു ഫോള്, ഇവിടെ ഒരു വലിയൊരു ഫോൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ ട്രെൻഡ് ലൈൻ അവിടെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ കൂടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ചാർട്ട് അപ്ഡേറ്റ് ചെയ്യും, എന്താണ് ട്രെൻഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഷോർട്ട് ചെയ്ത ഒരാൾക്ക് പ്രോഫിറ്റ് എടുത്തതിൻ്റെ മെസ്സേജ് എനിക്ക് കണ്ടിരുന്നു. വളരെ സന്തോഷം. നമ്മുടെ അനാലിസിസ് വേറൊരാൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെന്നുള്ളത്, ഹാം ആകുന്നതിനേക്കാളും യൂസ്ഫുൾ ആകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സിമെട്രിക് ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ സിമെട്രിക് ട്രയാങ്കിളിൻ്റെ ട്രെൻഡ് ലൈൻ എല്ലാം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നേരെ എടുത്തുകൊണ്ട് വന്ന്, ഓക്കെ, ഞാൻ ഇത് പിക്ക് ചെയ്യാൻ ഇച്ചിരി പാടുണ്ട്. ഓക്കെ, ഇതിനെ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ സ്വിച്ച് ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ട്രേഡിങ് ഓപ്പർച്യൂണിറ്റീസ് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൽ ആ കൂടെ നമ്മൾ ഈ ഗ്രൂപ്പിനകത്ത് ഏറ്റവും സ്ഥിരമായിട്ട് പറയുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ദേവയാനി പറയാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ അഡ്മിൻ ആയിട്ടുള്ള അഫ്സൽ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവയാനിയെ കുറിച്ചിട്ട്. സ്റ്റോക്ക് നല്ലൊരു സിറ്റുവേഷനിൽ തന്നെയാണ്. എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഞാൻ ഒരുപാട് മുന്നേ തൊട്ടിട്ട് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. നിങ്ങളുടേതായ അനാലിസിസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് അതിൽ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ. ദേവയാനി എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല, KFC ആണ് അത്. ഇന്ത്യയുടെ KFC എന്നുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. KFCയുടെ സ്റ്റോക്കിൻ്റെ പേര് തന്നെയാണ് ദേവയാനി എന്ന് അറിയുന്നത്. ഇതുപോലെ ഞാൻ ജൂബിലൻറ്റ് ഫുഡ്സ് പറയാറുണ്ട്. പിസ്സ ഹട്ടാണ് അതിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത്, സോറി, ഡോമിനോസ് പിസ്സയാണ് ആ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സാണ്. എന്നാൽ ബ്ലൈൻഡായിട്ട് അതിൻ്റെ മേളിൽ ട്രേഡ് ചെയ്യേണ്ട, അതിൻ്റെ മേളിലൊന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1-2 സ്റ്റോക്കുകൾ ജസ്റ്റ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എപ്പോഴാണ് നിങ്ങൾക്ക് മേടിക്കാൻ തോന്നുന്നത് അപ്പോൾ മേടിക്കുക. അതിനകത്ത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ നമ്മൾ ചെയ്യുന്നില്ല. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.